elements of cost. Then next ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് elements of cost എന്ന് പറയുന്നത്. Elements of cost are broad heads of cost involved in product or services. അതായത് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് പറയുന്നത് ഈ ഒരു എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ എലമെന്റ്സ് ഓഫ് കോസ്റ്റിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. ഇതായിരിക്കും ഒരു പ്രൊഡക്റ്റിൽ വരുന്ന മേജർ എലമെന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സർവീസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നോക്കുമ്പോൾ അതിൽ വരുന്ന മേജർ എലമെന്റ് ഓഫ് എക്സ്പെൻസ് പറയുന്നത് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് ആണ്. So elements of cost are classified into three: material, labor and expenses. The analysis of total cost into material, labor and expense is called elements of cost. Okay, ഇങ്ങനെ നമ്മൾ ആ ഒരു ടോട്ടൽ കോസ്റ്റിനെ മൂന്ന് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എലമെന്റ്സ് ഓഫ് കോസ്റ്റിന്റെ ഒരു ഓവറോൾ ക്ലാസിഫിക്കേഷൻ ആണ് ആ ഒരു ചാർട്ടിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് കോസ്റ്റിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. ദെൻ മെറ്റീരിയൽ അഗെയിൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, ലേബർ ആൻഡ് ഓൾസോ അഗെയിൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, എക്സ്പെൻസസ് ഓൾസോ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ദെൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ നമ്മൾ എന്തായിട്ട് പറയുന്നുണ്ട് ഓവർ ഹെഡ് ആയിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ മെറ്റീരിയൽ ഇൻഡയറക്റ്റും ലേബർ ഇൻഡയറക്റ്റും എക്സ്പെൻസ് ഇൻഡയറക്റ്റും എല്ലാം കൂടിയാണ് എന്ത് പറയുന്നത് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ കോൾഡ് ഓവർഹെഡ്. അപ്പോൾ അവിടെ നോക്കിയാൽ എല്ലാ ഇൻഡയറക്റ്റിനെയും കൂടി കണക്ട് ചെയ്തു. ദെൻ ഈ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയും നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫാക്ടറി, ഓഫീസ്, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതാദ്യം നിങ്ങൾ ക്ലിയർ ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് മൂന്ന് കാറ്റഗറിയാണ്: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. ദെൻ ഇതിന്റെ അണ്ടറിൽ തന്നെ രണ്ടെണ്ണം വരുന്നുണ്ട്. ലേബർ ആണെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, മെറ്റീരിയൽ ആണെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, എക്സ്പെൻസ് ആണെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്താ നേരത്തെ നിങ്ങൾ പഠിച്ച അല്ലേ? നമുക്ക് നേരിട്ട് ഒരു പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഡയറക്റ്റും അല്ലാത്തത് ഇൻഡയറക്റ്റും. ദെൻ ഈ ഇൻഡയറക്റ്റ് കോസ്റ്റുകളൊക്കെ പൊതുവായിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്? ഓവർ ഹെഡ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മെറ്റീരിയൽ എന്നുള്ള ഇൻഡയറക്റ്റും ലേബർ എന്നുള്ള ഇൻഡയറക്റ്റും എക്സ്പെൻസസ് ഉള്ള ഇൻഡയറക്റ്റും കണക്ട് ചെയ്യുന്നു. എല്ലാ ഇൻഡയറക്റ്റും കൂടി കണക്ട് ചെയ്യുന്നു. ദെൻ അതിന് ഓവർ ഹെഡ് എന്ന് പറയുന്നു. അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയേ, നാലെണ്ണം. ഏതൊക്കെയാണ്? ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ക്ലിയർ ആയല്ലോ? ഇതാണ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, മെറ്റീരിയൽ. ദ മാറ്റർ ഓർ സബ്സ്റ്റൻസ് ഫ്രം വിച്ച് ദ പ്രൊഡക്റ്റ് ഈസ് മെയ്ഡ് ഈസ് കോൾഡ് മെറ്റീരിയൽ. അതായത് എന്തെന്നാണോ അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസ് എന്നാണോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് അതിനാണ് നമ്മൾ എന്താ പറയുന്നത് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് അല്ലെ, ഒരു പ്രൊഡക്റ്റിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മെറ്റീരിയൽ ആണ്. സോ ദ മാറ്റർ ഓർ സബ്സ്റ്റൻസ് ഫ്രം വിച്ച് ദ പ്രൊഡക്റ്റ് ഈസ് മെയ്ഡ് ഈസ് കോൾഡ് മെറ്റീരിയൽ. ഓക്കെ, ഇറ്റ് മേ ബി റോ ഓർ പ്രോസസ്ഡ് ഫോം അല്ലെ. ഒന്നെങ്കിൽ റോ ഫോമിലാവാം അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫോമിലാവാം. അതായത് പ്രോസസ്ഡ് ഫോം എന്ന് വെച്ചാൽ ചിലർ അതിന് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് പ്രൊഡക്റ്റ് ആക്കാനുണ്ടാവും. ചിലത് എന്തായിരിക്കും അതിന്റെ റോ ഫോമിൽ തന്നെയായിരിക്കും. അതിൽ കുറെ ചേഞ്ചസ് വരുത്തിയിട്ട് വേണ്ട അല്ലെങ്കിൽ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വേണ്ടി വരും അതിനെന്താക്കി മാറ്റാം, പ്രൊഡക്റ്റ് ആക്കി മാറ്റാം. Then materials are two types: direct material and indirect material. Then first one, direct material. Direct material are those material which can be conveniently be identified with and allocated to a particular job, product or process. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ആയിട്ട് നേരിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് കോസ്റ്റിനെയാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയലിനെയാണ് എന്ത് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി കൺവീനിയന്റ്ലി ഐഡന്റിഫൈഡ് വിത്ത് ഓർ അലോക്കേറ്റ് ടു പർട്ടിക്കുലർ ജോബ് ഓർ പ്രൊഡക്റ്റ് അല്ലെ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ നേരിട്ട് വരുന്നത് നമുക്ക് അറിയാം ആ പ്രൊഡക്റ്റിന്റെ മെറ്റീരിയൽ നിന്നതാണ് എന്നുള്ളത്. അതായത് ആ മെറ്റീരിയലിന് എന്തുണ്ട്, ഡയറക്റ്റ് ആയിട്ട് എഫക്റ്റ് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള മെറ്റീരിയലിനാണ് എന്ത് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെറ്റീരിയൽ ദാറ്റ് ബിക്കം പാർട്ട് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ കോൾഡ് ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലേ. അതായത് ആ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ പാർട്ട് ആയിട്ടുള്ള മെറ്റീരിയലിനാണ് എന്ത് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കിയേ, കോട്ടൺ ഇൻ ടെക്സ്റ്റൈൽ മിൽ, ദെൻ ക്ലേ ഇൻ ബ്രിക്സ്, ലെതർ ഇൻ ഷൂ, സ്റ്റീൽ ഇൻ മെഷീൻ, ക്ലോത്ത് ഇൻ ഗാർമെന്റ്, ടിമ്പർ ഇൻ ഫർണിച്ചർ, ഗോൾഡ് ഓർ സിൽവർ ഇൻ ജ്വല്ലറി. ഇതൊക്കെ നോക്കി അതിൽ പ്രൊഡക്റ്റിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഈ പറയുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ അല്ലെ. മെയിൻ ആയിട്ടുള്ള റോ ആണെന്ത്, ടെക്സ്റ്റൈൽ മില്ലിലാണ് അതിന്റെ കോട്ടൺ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബ്രിക്സിലാണെങ്കിൽ അതിന്റെ ക്ലേ എന്ന് പറയുന്നത് അല്ലെ, ലെതർ ഇൻ ഷൂസ്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള
അതിൻ്റെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മാറ്ററാണ്. So these are the direct material. The indirect material means are those material which cannot conveniently be identified with a particular product or job or process. അതായത് ഒരു പ്രൊഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ജോബ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോസസ് ആയിട്ടോ നമുക്ക് നേരിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. cannot conveniently identified with a particular job or process. Therefore they cannot be allocated to job or process. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ഇന്ന ജോബിലാണ് അല്ലെങ്കിൽ ഇന്ന പ്രോസസ്സിലാണ് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. Then generally these do not form a part of finished product. Examples of indirect material are oil, grease, lubricants, consumable stores, cleaning material, cotton waste, coal, printing and stationery material, etc. അപ്പോൾ എന്താ indirect material പ്രത്യേകത വെച്ചാൽ these material are not a part of finished product. ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ഒരു ഡയറക്റ്റ് പാർട്ടായിട്ട് വരുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള മെറ്റീരിയലിനാണ് എന്താ പറയുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓയിൽ ഉപയോഗിക്കും, മെഷീനറിക്ക് എന്തെങ്കിലും ഓയിൽ ഇപ്പൊ റൺ ചെയ്യണമെങ്കിൽ അതിന് ഓയിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ആ ഓയിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇന്ന പ്രൊഡക്റ്റിന് നമുക്ക് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, അത് കോമൺ ആയിട്ട് വരുന്നത് മെറ്റീരിയൽ ആണ്. സോ അങ്ങനെ വരുന്ന മെറ്റീരിയലിനാണ് എന്താ പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് കൺവീനിയന്റ്ലി ഐഡന്റിഫൈഡ് വിത്ത് പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്. അതാണ് മെറ്റീരിയൽ. അപ്പൊ മെറ്റീരിയൽ എന്താ, ദെൻ അതിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ. ദെൻ നെക്സ്റ്റ് ആണ് ലേബർ. For the conversion of raw material into finished goods, human efforts is required. Such a human effort is called labor. അല്ലേ, നമ്മുടെ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഹ്യൂമൻ എഫേർട്ട് വേണം. ഒരു ഹ്യൂമൻ എഫേർട്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത് ലേബർ എന്ന് പറയുന്നത്. Remuneration on labor is called wages. Labor is further divided into direct and indirect. അല്ലെ, ലേബറും അതേപോലെ തന്നെ ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. എന്താ ഡയറക്റ്റ് ലേബർ? ഡയറക്റ്റ് ലേബർ is the labor which can conveniently identified with a particular product or job or process. അല്ലെ, നമുക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു ജോബോ ആയിട്ട് നേരിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് എന്താ പറയാ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലേബറിനാണ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ബി കൺവീനിയന്റ്ലി ഐഡന്റിഫൈഡ് വിത്ത് പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്. Direct labor is directly engaged in production. It represents the wages paid to workers directly engaged in converting raw material. അല്ലേ, അപ്പൊ ഡയറക്റ്റ് ലേബർക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആർക്ക് ഉണ്ടാകുന്നുണ്ട്? ഡയറക്റ്റ് ലേബർക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ദെൻ ഇൻഡയറക്റ്റ് ലേബർ ഇസ് ദ ലേബർ വിച്ച് ഈസ് നോട്ട് ഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ. അല്ലെ, നേരിട്ട് പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ലേബർ. It cannot conveniently be identified with a particular product, job or process. Hence, it cannot be directly charged on production. അതുകൊണ്ട് നമുക്ക് നേരിട്ട് പ്രൊഡക്ഷനിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫോർ എക്സാമ്പിൾ ഓക്കെ, വേജ് പെയ്ഡ് ടു ക്ലീനേഴ്സ്, ഇൻസ്പെക്ടേഴ്സ്, ഫോർമാൻ, സ്റ്റോർ കീപ്പേഴ്സ്, സൂപ്പർവൈസേഴ്സ്, പിയൂൺ, വാച്ച്മാൻ, സെയിൽസ്മാൻ, ഡയറക്ടേഴ്സ്, ഇതൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് ലേബേഴ്സ് ആണ്. സോ ദീസ് കോസ്റ്റ് ആർ ഓൾസോ പാർട്ട് ഓഫ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഇവരൊക്കെ കോസ്റ്റ് നമ്മൾ ഏത് ഹെഡിലാണ് ഉൾപ്പെടുത്തുക? മാനുഫാക്ചറിങ് ഓവർഹെഡിലാണ് ഉൾപ്പെടുത്തുക. അല്ലെ, അതായത് മാനുഫാക്ചറിങ് ഓവർഹെഡ് വെച്ചാൽ എന്താ ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതിലാണ് ഇൻഡയറക്റ്റ് ലേബർ വരിക. ഇതാണ് ഡയറക്റ്റ് ലേബർ ആണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മീനിങ്ങുകളാണ്. എക്സ്പെൻസ്. എക്സ്പെൻസ് എന്താണ്? ഓൾ കോസ്റ്റ് അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് ലേബർ ആർ ടേംഡ് ആസ് എക്സ്പെൻസ്. മെറ്റീരിയലും ലേബറും അല്ലാത്ത എല്ലാ കോസ്റ്റിനെയും നമ്മൾ എന്ത് പറയുന്നു? എക്സ്പെൻസ് എന്ന് പറയുന്നു. എക്സ്പെൻസസ് ആർ ടു ടൈപ്പ്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. എന്താ ഡയറക്റ്റ് എക്സ്പെൻസസ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ നൈദർ ഡയറക്റ്റ് മെറ്റീരിയൽ നോർ ഡയറക്റ്റ് ലേബർ ബട്ട് ആർ ഡയറക്ട്ലി ചാർജ്ഡ് ടു പ്രൊഡക്റ്റ് ഓർ ജോബ് ഓർ പ്രോസസ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അല്ലാതെ പ്രൊഡക്റ്റിന് ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്ന അതർ എക്സ്പെൻസസ്. ഓക്കെ, the other expenses which are not which are neither direct labor nor direct expenses but directly charged to product or job or process. These are specifically incurred in production of particular product or job or process. അല്ലെ, ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ജോബോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സോ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ് അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. Okay, these are called chargeable expenses or prime cost expenses or product expenses. അതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. Direct expenses is also called chargeable expenses, prime cost expenses or product expenses. Examples of direct expenses are cost of traveling expenses,
Examples of direct expenses are cost of special drawings, design, pattern, models, etc. Then experimental cost, cost of patent, royalties, traveling expenses to the site, cost of rectification of defective work, higher charge of special machinery of a particular job, excise duty. ഇതൊക്കെ എന്തിന്റെ വരുന്നതാണ്? ഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്നതാണ്. Okay, the latest trend in cost accounting is that these cost expenses are not taken into account. Okay, ഇതൊന്നും ഇപ്പോഴത്തെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിളുകൾ പഠിച്ചേക്കുക, ഇതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ളത്. ഓക്കെ, ഇത് ഫുൾ ആയിട്ടൊന്നും പഠിക്കേണ്ട, ഒരു 2-3 എക്സാമ്പിൾ നോക്കി വെച്ചാൽ മതി. Then indirect expense വെച്ചാലോ, the expenses which cannot be identified with a particular product or job. അല്ലെ, ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ജോബോ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസ്, അതാണ് എന്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. Then these are apportioned or absorbed by cost centers as cost unit. ഒന്നെങ്കിൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം ഓരോന്നിനും, അല്ലെങ്കിൽ നമുക്കത് കോസ്റ്റ് സെന്ററിൽ അബ്സോർബ് ചെയ്യണം അല്ലെ. ദിസ് ഇൻക്ലൂഡ് ഓൾ ഇൻഡയറക്റ്റ്. ഇത് അബ്സോർപ്ഷൻ ഒക്കെ നിങ്ങൾ പഠിക്കട്ടോ. അപ്പോർഷൻ ചെയ്യാന്നൊക്കെ പറയുന്ന ടേമുകൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ക്ലിയർ ആവും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോർഷൻ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. Then they include all indirect cost other than indirect material and indirect labor. Indirect material, indirect labor അല്ലാത്ത ബാക്കിയുള്ള എക്സ്പെൻസുകൾ നമ്മളെന്ന് പറയുന്നു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ നോക്കിയാൽ റെന്റ്, റേറ്റ്സ്, ടാക്സസ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, ക്യാരേജ്, അഡ്വർടൈസിങ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതാണ് എലമെന്റ്സിലെ മെയിൻ ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷനും അതിന്റെ സബ് കാറ്റഗറീസും. ഓക്കെ, ഡയറക്റ്റ് ലേബർ expense, direct again direct and indirect, labor again direct and indirect, material again direct and indirect, then expenses also again classified into direct and indirect. Then നമ്മൾ പിന്നെ പറഞ്ഞു എല്ലാ ഇൻഡയറക്റ്റ്, അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ലേബർ, ഇതിനെ നമ്മൾ പൊതുവായിട്ട് എന്ത് പറയുന്നു? ഓവർഹെഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇൻഡയറക്റ്റ് overhead equal to, അതൊന്ന് ഓർത്ത് വയ്ക്കുക, overhead equal to indirect material plus indirect labor plus indirect expenses. അതിനെ പൊതുവായിട്ട് പറയുന്നതാണ് overhead. That means all indirect expenses is called overhead. Expense plus material plus labor ഒക്കെ indirect ആയിട്ട് പറയുകയാണ്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? overhead എന്ന് പറയുന്നു. It again classified into factory, administration, selling and distribution. Okay, നോക്കാം എന്താണ് ഓവർഹെഡ്. ഓവർഹെഡ് ആർ ഇൻഡയറക്റ്റ് ചാർജസ്. ദീസ് ആർ ദ aggregate of indirect material, indirect labor and indirect expense. Okay, these are the operating expenses. Overhead cannot be conveniently and directly charged to specific cost center or cost unit. These are to be apportioned or absorbed. അല്ലേ, നമുക്ക് നേരിട്ട് ഒരു പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. Why? Because these costs are indirect. So നമ്മൾ ഒന്നെങ്കിൽ അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ എന്താക്കണം? അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. So overhead costs are also called on cost. They are sometimes called burden. Okay, on cost അല്ലെങ്കിൽ burden എന്നൊക്കെ പറയുന്നത് എന്താണ്? overhead cost ആണ്. These are the difference between indirect expenses and overhead. There is a difference between indirect expenses and overhead. Indirect expenses are expenses actually incurred. Overhead refers to the estimated expenses, but both cannot be allocated to cost center or cost unit. Then ഇവിടെ ഒരു ചെറിയൊരു ഡിഫറൻസ് പറയുന്നത് വെച്ചാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഓവർഹെഡ് എന്നുള്ള കൺസെപ്റ്റും നമ്മൾ പറഞ്ഞ എല്ലാ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും എന്തല്ല ഓവർഹെഡ് അല്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വെച്ചാൽ എക്സ്പെൻസസ് ആക്ച്വലി ഇൻവേർഡ്, ആക്ച്വലി ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ബട്ട് ഓവർഹെഡ് വെച്ചാൽ എസ്റ്റിമേറ്റഡ് ആണ്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് ആണ് എന്ത് പറയുന്നത്? ഓവർഹെഡ് എന്ന് പറയുന്നത്. ബട്ട് ബോത്ത് കനോട്ട് ബി അലോക്കേറ്റഡ് ടു കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓവർഹെഡ് നമ്മളൊരു ഡിഫറൻസ് പറഞ്ഞാണ്, അത് നിങ്ങൾ അത്ര കാര്യമാക്കണ്ട. Then according to function, overhead can be classified into 4. അതായിരുന്നു ഫാക്ടറി, ഓഫീസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഓവർഹെഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഓവർഹെഡ് എന്നുള്ള ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഓവർഹെഡ് മീൻസ് ഇൻഡയറക്റ്റ് ചാർജസ് ആണ്. ഇറ്റ് ഈസ് ദ aggregate of indirect labor, indirect material and indirect expenses. Okay, then these are the operating expenses ആണ്. Then overhead cannot be conveniently or directly charged to product or cost center or cost unit. Then they are apportioned or absorbed ആണ്. Then it is also known as on cost or sometimes called burden. അത്രയും ഓർത്ത് വയ്ക്കാം, ഡിഫറൻസ് ഒന്നും നോക്കണ്ട.
Then factory overhead നോക്കാം. These are the indirect charges incurred in connection with the production in the factory. Okay, ഫാക്ടറിയിലെ പ്രൊഡക്ഷനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസിനാണ് നമ്മൾ എന്താ പറയുന്നത് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. This include indirect material, indirect labor and indirect expenses in producing goods and services in the factory. അതായത് ഫാക്ടറിയിൽ മെറ്റീരിയൽ ആയിട്ട് ലേബർ ആയിട്ട് എക്സ്പെൻസ് അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ഫാക്ടറിയിൽ വരുന്ന എക്സ്പെൻസുകളാണ് നമ്മൾ എന്താ പറയുന്നത് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കിയാൽ കൺസ്യൂമബിൾ സ്റ്റോർ, ഫാക്ടറി റെന്റ്, പ്ലാന്റ് ആൻഡ് ഡിപ്രീസിയേഷൻ, റിപ്പയർസ് ടു മെഷീനറി, അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഫാക്ടറി ഓവർഹെഡിന്റെ എക്സാമ്പിൾ ആണ്. ഇതിന്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, ഇത് പിന്നീട് ആവശ്യം വരും. ഓക്കെ, ഫാക്ടറി ഓവർഹെഡിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ ഇപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, പിന്നീട് കോസ്റ്റ് ഷീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ആവശ്യം വരും. അതുകൊണ്ട് അതിന്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ അതാണ് എന്തിൽ വരുന്നത് ഫാക്ടറി ഓവർഹെഡിൽ വരുന്നത്. Then office overhead വെച്ചാൽ these are the indirect expenses incurred in formulating policies, planning, controlling, directing and motivating the personnel in the organization. അല്ലെ, അതായത് ഒരു ഓഫീസിൽ വരുന്ന എക്സ്പെൻസസ്, അതായത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പോളിസി ഫോർമുലേറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള പേഴ്സണലായിട്ട് റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസിന് ഇൻവോൾവ് ചെയ്യുന്ന എക്സ്പെൻസിനാണ് എന്താ പറയുന്നത് ഓഫീസ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദീസ് ആർ ദ കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ കണക്ഷൻ വിത്ത് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എന്റർപ്രൈസസ്. ഓക്കെ, ഒരു ഓഫീസ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, അതിന് വേണ്ടി വരുന്ന കോസ്റ്റിനാണ് എന്താ പറയുന്നത് ഓഫീസ് ഓവർഹെഡ് എന്ന് പറയുന്നത്. സോ ഓഫീസ് ഓവർഹെഡ് ഈസ് ഓൾസോ കോൾഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അത് ഓർത്ത് വയ്ക്കട്ടോ, ഓഫീസ് ഓവർഹെഡ് ഈസ് ഓൾസോ കോൾഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. Then അതിന്റെ എക്സാം നോക്കിയാൽ ഓഫീസ് റെന്റ്, ഓഫീസ് സാലറി, പോസ്റ്റേജ്, പ്രിന്റിങ്, സ്റ്റേഷനറി, ലീഗൽ ചാർജ്, ഓഡിറ്റ് ഫീ, അക്കൗണ്ടന്റ് സാലറി, ഓഫീസ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ, ടെലിഫോൺ ചാർജ്, ഡയറക്ടേഴ്സ് ഫീസ് എക്സെട്ര. ഓക്കെ, അതും കൃത്യമായിട്ട് എക്സാമ്പിൾസ് പഠിച്ചേക്കണം. Then selling overhead. These are the indirect expenses incurred for the purpose of promoting sales. Sales increase ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. സോ ദീസ് ആർ ദ കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ദ പർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് സെയിൽ, ക്രിയേറ്റിംഗ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ് ആൻഡ് റീറ്റെയിനിങ് ദ കസ്റ്റമേഴ്സ്. ഏതൊക്കെയാണ്? അഡ്വർടൈസിങ് കൊടുക്കുക, സെയിൽസ്മാൻ സാലറി, കമ്മീഷൻ, ബാഡ് അപ്സ്, മാർക്കറ്റ് റിസർച്ച്, ട്രാവലേഴ്സ് സാലറി, സെയിൽസ് ആൻഡ് ഓഫീസ്, ഷോറൂം എക്സ്പെൻസ്, സെയിൽസ് മാനേജർ സാലറി, ഇതൊക്കെ അല്ലേ, എക്സെട്ര. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? സെല്ലിംഗ്. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോന്ന് കൃത്യമായിട്ട് എന്നുള്ളത് പഠിക്കാം. Then distribution overhead. These are the indirect expenses incurred from the time the product are completed in the factory till they are reach the destination. Okay, എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഫാക്ടറിയിൽ നിന്നും അത് ഡെസ്റ്റിനേഷൻ കൺസ്യൂമേഴ്സിന്റെ അടുത്ത് റീച്ച് ചെയ്യാം, അതുവരെ വരുന്ന എക്സ്പെൻസുകളാണ് എന്താ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ കോസ്റ്റ് ഇൻ മൂവിംഗ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു ദ പ്ലേസ് ഓഫ് കൺസ്യൂമേഴ്സ്. ഓക്കെ, ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്റ്റ് മൂവ് ചെയ്ത് കൺസ്യൂമേഴ്സിന്റെ അടുത്ത് എത്തിക്കാൻ വരുന്ന എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ എന്ത് പറയുന്നു? ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നു. എന്താണ് എക്സാമ്പിൾ? ഗോഡൌൺ റെന്റ്, വെയർഹൗസ് സ്റ്റാഫ് സാലറി, പാക്കിംഗ് എക്സ്പെൻസ്, ഡെലിവറി വാൻ എക്സ്പെൻസ്, ക്യാരിഡ് ഫോർവേഡ്, ഇൻഷുറൻസ്, സ്റ്റോക്ക്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 അതായത് ഓവർഹെഡിന്റെ 4 ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് പഠിച്ചേക്കുക. അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇത് ഇനി അങ്ങോട്ട് നമുക്ക് കോസ്റ്റ് ഷീറ്റ് നമുക്ക് പറഞ്ഞിട്ടൊരു വേറൊരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ആ ടൈമിൽ ഇതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത് അത്രയാണ് അതിൽ വരുന്നത്. എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് അത്രയും കാര്യങ്ങളാണ്. ഓക്കെ, എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഡയറക്റ്റ് ലേബർ, മെറ്റീരിയൽ, എക്സ്പെൻസ്, മെറ്റീരിയൽ അഗെയിൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, ലേബർ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, എക്സ്പെൻസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ദെൻ എല്ലാ ഇൻഡയറക്റ്റ്, അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് ഓൾസോ കോൾഡ് ഓവർഹെഡ്. ഇതിനെ പിന്നീട് 4 കാറ്റഗറി ആയിട്ട് ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ്, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തൊരു ഏരിയ ആണ് ഡിവിഷൻസ് ഓർ കമ്പോണൻസ് ഓഫ് കോസ്റ്റ്. ഡിവിഷൻസ് ഓർ കമ്പോണൻസ് ഓഫ് കോസ്റ്റ്. ഞാൻ ഇപ്പം പറഞ്ഞല്ലോ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുണ്ടെന്ന്, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതും വരുന്നത് കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഡിവിഷൻസ് ഓർ കമ്പോണൻസ് ഓഫ് കോസ്റ്റ്, അതായത് ഗ്രൂപ്പിംഗ് ദ വേരിയസ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് വി ക്യാൻ ഗെറ്റ് ദ ഫോളോയിങ് ഡിവിഷൻസ്. എന്തൊക്കെയാ നോക്കാം? പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ്. ഇതാണ് ഡിവിഷൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് കോസ്റ്റ്. അതിലും കൂടി കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ ആദ്യം പഠിച്ച ക്ലാസിഫിക്കേഷൻ ആണ്, അത് 5 ബേസിൽ.
പിന്നെ പഠിച്ച എലമെന്റ്സ് ആണ്. എലമെന്റ്സ് 3 ഇത് പഠിക്കുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ ഡിവിഷൻസ് ഓഫ് കോസ്റ്റ് ആണ്. ഏതാണ്? പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ്. എന്താ പ്രൈം കോസ്റ്റ് നോക്കാം. പ്രൈം കോസ്റ്റ് refers the total of 3 important elements of cost: direct material, direct labor and direct expenses. Thus prime cost is the aggregate of all direct elements of cost. It is also called by other names such as first cost, basic cost, foundation cost. Prime cost also calculated as prime cost equal to direct material, direct labor, direct expenses. Okay. അപ്പോൾ എന്താ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്? എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും കൂടി ടോട്ടൽ ആണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെയും ടോട്ടൽ ഏതായിരുന്നു? ഓവർ ഹെഡ്. ദെൻ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസിന്റെയും ടോട്ടൽ ആണ് ഇത് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിന്റെ എല്ലാം ടോട്ടലാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. സോ prime cost equal to direct material plus direct labor plus direct expenses. Then prime cost is also known as full cost, basic cost, foundation cost. അത് ഓർത്ത് വയ്ക്കുക. Prime cost is also called first cost, basic cost, foundation cost. Then second component ആണ് factory cost. This is the total of prime cost and factory overhead. It is the actual expenses that are incurred converting raw material into finished product. These are also known as work cost. It is expressed as factory cost or work cost equal to prime cost plus factory or work overhead. അപ്പോൾ നമ്മൾ നേരത്തെ പ്രൈം കോസ്റ്റ് കണ്ടെത്തി അല്ലേ? ഈ പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി എക്സ്പെൻസുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈം കോസ്റ്റിനോട് കൂടി എന്ത് ആഡ് ചെയ്യുക? ഫാക്ടറി എക്സ്പെൻസസ്, അതായത് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പം കിട്ടുന്നതാണ് എന്ത്? ഫാക്ടറി കോസ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വർക്ക് കോസ്റ്റും കൂടി പറയുന്നുണ്ട്. എന്താ വെച്ചാൽ വർക്ക്, അതായത് ഒരു റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിന് വരുന്ന കോസ്റ്റ് ആണ് എന്ത് പറയുന്നത്? ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഫാക്ടറി കോസ്റ്റ്, ആ വർക്കിന് വരുന്ന കോസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫാക്ടറി കോസ്റ്റ് വരുന്നത്. സോ ഫാക്ടറി കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് വർക്ക് കോസ്റ്റ്. അതായത് ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓർ വർക്ക് ഓവർഹെഡ്. ഈ ഫാക്ടറി ഓവർഹെഡിനെ എന്തും കൂടി പറയുന്നുണ്ട്? വർക്ക് ഓവർഹെഡ് എന്നും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഫാക്ടറി കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താ വർക്ക്? അവിടെ നമ്മൾ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്ന വർക്ക് അല്ലെ, അതിൽ വരുന്ന കോസ്റ്റിനാണ് നമ്മൾ എന്താ പറയുന്നത്? വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇപ്പൊ ഇത്ര ആലോചിക്കുക. പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ വർക്ക് ഓവർഹെഡ് ആഡ് ചെയ്ത എന്ത് കിട്ടി? വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടി. ദെൻ തേർഡ് വൺ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദിസ് ഈസ് ദ ആഗ്രിഗേറ്റ് ഓഫ് ഫാക്ടറി കോസ്റ്റ് ആൻഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അതായത് ഫാക്ടറി കോസ്റ്റും അതേപോലെ തന്നെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡും എല്ലാം കൂടി ചേർന്നാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ആഗ്രിഗേറ്റ് ഓഫ് ഫാക്ടറി കോസ്റ്റ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓഫീസ് കോസ്റ്റ്. ഓക്കെ, അവിടെ ഒന്നും വിട്ടുപോയി. ഇറ്റ് ഈസ് ദ ആഗ്രിഗേറ്റ് ഓഫ് പ്രൈം കോസ്റ്റും ഫാക്ടറി കോസ്റ്റും ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ മിസ്റ്റേക്ക് വന്നതാണത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ ആഗ്രിഗേറ്റ് ഓഫ് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി കോസ്റ്റ് പ്ലസ് എന്താ വരിക? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആണ്. അതവിടെ മിസ്റ്റേക്ക് വന്നതാണ്. നിങ്ങൾ ഒന്ന് കറക്റ്റ് ആക്കി നോട്ടിൽ എഴുതി വെക്കണേ. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദ ആഗ്രിഗേറ്റ് ഓഫ് ഫാക്ടറി കോസ്റ്റ് ആൻഡ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. അതായത് നമ്മൾ നേരത്തെ എന്ത് കണ്ടെത്തി വെച്ച്? ഫാക്ടറി കോസ്റ്റ് കണ്ടെത്തി വെച്ച്. ഫാക്ടറി കോസ്റ്റ് വെച്ച് എന്തായിരുന്നു? പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. ദെൻ അതിനോടുകൂടി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആഡ് ചെയ്യാം. ഓഫീസിൽ വരുന്ന കോസ്റ്റുകൾ ആഡ് ചെയ്യാം. അതാണ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ആഗ്രിഗേറ്റ് ഓഫ് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഓഫീസ് കോസ്റ്റ് എന്നും കൂടി പറയുന്നുണ്ട്. ഓഫീസ് കോസ്റ്റ്. So cost of production or office cost equal to prime cost plus factory cost plus office and administration overhead. Okay. Then total cost. Then when selling and distribution overhead are added to cost of production, it is called total cost or cost of sale. Okay.
ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നിടക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിങ്ങൾ പറ ആഗ്രിഗേറ്റ്. ഓക്കെ, ഇവിടെ ഫാക്ടറി കോസ്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫാക്ടറി കോസ്റ്റ് പറയുന്നത് അതിൽ എന്ത് വരും? പ്രൈം കോസ്റ്റും ഫാക്ടറി എക്സ്പെൻസുകളും വരും. അതുകൊണ്ടാണ് അവിടെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഒന്നെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് എഴുതാം. ഈ പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ആണല്ലോ എന്തെന്ന് പറയുന്നത്? ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആവരുത്, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കൊടുത്തത്. ഓക്കെ, ഇറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ പ്രൈം കോസ്റ്റ് എന്ന് പ്രത്യേകിച്ച് കൊടുക്കാൻ. ഇത്രയും ആലോചിക്കാം, ഓർത്ത് വയ്ക്കാം. നിങ്ങളവിടെ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. എന്ത്? ഫാക്ടറി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അല്ല, പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് കൊടുക്കണം. ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഈ ഒരു പ്രൈം കോസ്റ്റും അതുപോലെ തന്നെ ഫാക്ടറി ഓവർഹെഡും ഇൻക്ലൂഡ് ചെയ്തതാണല്ലോ. ഓക്കെ, ടേം കൺഫ്യൂഷൻ ആയത് നമ്മൂടെ കൺക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് വെച്ചാൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് ആഡ് ചെയ്യുക. അതാണ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് സെർവ് ദ പർപ്പസ് ഓഫ് ഫിക്സിംഗ് ദ സെല്ലിംഗ് പ്രൈസ് ബൈ ആഡിങ് എ മാർജിൻ ഓഫ് പ്രോഫിറ്റ് ടു ദ ടോട്ടൽ കോസ്റ്റ്. അല്ലേ, ടോട്ടൽ കോസ്റ്റ് വെച്ചാൽ ടോട്ടൽ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിനോട് കൂടി ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുക? സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക. സോ ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽ എന്നും കൂടി പറയും. അത് ഓർത്ത് വയ്ക്കുക. ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി എന്ത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുക. എന്തായിരുന്നു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. എന്തായിരുന്നു ഫാക്ടറി കോസ്റ്റ്? പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി എക്സ്പെൻസസ്. എന്തായിരുന്നു പ്രൈം കോസ്റ്റ്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, അതിൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കമ്പോണൻസിന്റെ ഒരു കൺക്ലൂഡിങ് പാർട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് പിന്നീട് പഠിക്കും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടി ചേർന്നാൽ എന്തായി? പ്രൈം കോസ്റ്റ്. ഓക്കെ, ദെൻ പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താൽ എന്തായി? ഫാക്ടറി കോസ്റ്റ്. ഈ ഓവർഹെഡും കോസ്റ്റും നല്ല ഡിഫറൻസ് ഉണ്ട്. നേരത്തെ എനിക്ക് ചെറിയൊരു വ്യത്യാസം തോന്നിയത് അതുകൊണ്ടാണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രൈം കോസ്റ്റിനോട് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താലാണ് എന്ത്? ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫാക്ടറി കോസ്റ്റിനോട് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആഡ് ചെയ്താൽ എന്ത് പറയും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ള ഇക്വേഷൻ രണ്ട് രീതിയിൽ എഴുതാം. എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ദെൻ ഈ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ആണ്. അപ്പൊ വേണം എന്ത് ചെയ്താ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ദെൻ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്താൽ എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് സെയിൽ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഓക്കെ, ഈ ഒരു ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നിങ്ങൾ ഈ കോസ്റ്റ് ഓവർഹെഡ് മാറിപ്പോയത്. അത് മാറിപ്പോയാലേ നിങ്ങൾ മിസ്റ്റേക്ക് വരും. ഓക്കെ, എനിക്ക് നേരത്തെ ചെറിയൊരു ഡൗട്ട് വന്ന അവിടെയാണ്. ഓക്കെ, ഫാക്ടറി ഓവർഹെഡും കോസ്റ്റ് നമ്മൾ മാറിപ്പോയിട്ട് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ആണ് എന്ന് പറയുന്നത് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഫാക്ടറി കോസ്റ്റിനോട് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആഡ് ചെയ്ത കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അല്ലെങ്കിൽ എന്ത് പറയാം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ സം ടോട്ടൽ ഓഫ് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് പ്ലസ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഓക്കെ, നല്ല രീതിയിൽ ഒന്ന് നോക്കുക.